രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെല്ലാവരും ഇപ്പോഴും ആ സമരവേദിയിൽ തുടരുകയുമാണ്. അതിനിടയിൽ കേരളത്തിൽ നിന്ന് ടോവിനോ തോമസ്, പാർവതി തിരുവോത്ത്, വിസ്മയ മോഹൻലാൽ എന്നിവരൊക്കെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. വിസ്മയ മോഹൻലാലിന്റെ പോസ്റ്റ് അല്പസമയം മുൻപാണ് വന്നത്. നിങ്ങൾക്ക് എന്താണ് ഡൽഹി നഗരത്തിന്റെ സാഹചര്യം എന്നത് അവർ വിശദീകരിക്കുന്നുണ്ട്. ടിയർ ഗ്യാസ്, ലാത്തി ചാർജ്, സ്റ്റുഡൻസ് ഇഞ്ചേർഡ്, റോഡ് ബ്ലോക്ക്ഡ്, മെട്രോ സ്റ്റേഷൻസ് ക്ലോസ്ഡ്, ഹെവി ബാരിക്കേഡ്സ് അക്രോസ് ദ സിറ്റി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രതിഷേധക്കാരോട് നിങ്ങൾ സമവായപ്പെടേണ്ടതില്ല, അവരെ നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല, നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ഓർഗനൈസേഷൻസിനെ അംഗീകരിക്കേണ്ടതില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെയാണോ അവരോട് പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സംഭാഷണങ്ങൾക്ക് പകരം നിങ്ങൾ ശക്തി പ്രയോഗിക്കാനാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ ഒരു ഡെമോക്രസി അതിന്റെ വിദ്യാർത്ഥികളോട് പെരുമാറേണ്ടത് എന്നൊരു ചോദ്യം ആ പോസ്റ്റിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. സായ് കുമാർ വിവരങ്ങളുമായി ചോദിക്കുന്നുണ്ട്. സായി, ഒരൊറ്റ ചോദ്യത്തിലാണ് അവസാനിപ്പിക്കുന്നത്. മൈ ക്വസ്റ്റ്യൻ ടു ഓൾ ഓഫ് യു ഈസ് സിമ്പിൾ. ഡു യു ജെനുവൻലി ബിലീവ് ദിസ് ഈസ് ഹൗ എ ഡെമോക്രസി ഷുഡ് റെസ്പോണ്ട് ടു ഇറ്റ്സ് ഓൺ സിറ്റിസൺ? ആ ഒരു ചോദ്യം ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ നിന്നുണ്ടോ? തീർച്ചയായും മാധു, വലിയ രീതിയിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥികളോട് പോലീസ് ചെയ്ത ക്രൂരതകളെ അതിനിശിതമായി ഇപ്പോൾ വിമർശിക്കുകയാണ് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പ്രതിഷേധത്തിൽ പോകുന്നത്. അത് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ കൂടി അതിൽ പങ്കുവയ്ക്കുകയാണ്. മോഹൻലാലിന്റെ മകളായ വിസ്മയ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് നമ്മൾ ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. അതിൽ കൃത്യമായി അവർ പറയുന്നുണ്ട്, പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളോട് നിങ്ങൾക്ക് യോജിക്കണമെന്നില്ല, പ്രതിഷേധം നടത്തുന്ന സംഘടനകളെ പിന്തുണയ്ക്കണമെന്നില്ല, പക്ഷേ ജനങ്ങളുടെ ശബ്ദത്തിന് മറുപടിയായി സംവാദത്തിന് പകരം അമിത ബലം പ്രയോഗിക്കുകയാണെങ്കിൽ അത് ജനാധിപത്യത്തിന് യോജിച്ചതാണോ എന്ന് എല്ലാവരും ചിന്തിക്കണം. കൃത്യമായൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റാണ് വിസ്മയ നടത്തുന്നത്. ഇന്ന് മറ്റൊരാൾക്ക് സംഭവിക്കുന്നത് നാളെ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ കാര്യമായേക്കാം. അതിനാൽ ഒരു ജനാധിപത്യ സർക്കാർ സ്വന്തം പൗരന്മാരോട് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നാണ് ആ പോസ്റ്റിൽ ഉള്ളത്. അതാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് വിസ്മയ മോഹൻലാൽ മാത്രമല്ല, നേരത്തെ ടോവിനോ തോമസും രേവതിയും ഒക്കെ ഈ സമരത്തിനെ പിന്തുണയ്ക്കുകയും സമരത്തെ അടിച്ചമർത്തിയ പോലീസ് നടപടിക്കെതിരെ വിശദമായിട്ടുള്ള വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. അത്രമേൽ വലിയ പിന്തുണ നേടുകയാണ്. അങ്ങനെ സമാനതകളില്ലാത്തൊരു ക്രൂരതയാണ്. റോഡിലൂടെ വലിച്ചിഴച്ചപ്പെട്ട് അവരെ വളഞ്ഞിട്ട് തല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെതിരെ ഇതൊരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാണോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ പരക്കെ ഉയരുന്നത്. വിസ്മയ മോഹൻലാലിനെ പോലെയുള്ള ആളുകൾ, സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ആളുകൾ, സിനിമാ മേഖലയിലുള്ള ആളുകളൊക്കെ അത് പങ്കുവയ്ക്കുകയാണ്. പാർവതി തിരുവോത്ത്, ടൊവിനോ തോമസ്, രേവതി അടക്കമുള്ള ആളുകളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ തന്നെ ഇപ്പോൾ വലിയൊരു പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നത്. അതിപ്പോൾ 1 മണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ മുഴുവൻ സമയവും ആ സമരത്തിന്റെ നായകനായി മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി അടക്കമുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഈ പ്രതിഷേധത്തിന് ഇപ്പോൾ വലിയ പിന്തുണ നൽകുന്നത്. അവരെല്ലാവരും ചോദിക്കുന്നത്, ഇതൊരു ജനാധിപത്യ രാജ്യത്ത് ചേർന്ന പ്രതിഷേധമാണോ എന്നുള്ളതാണ്. നേരത്തെ CJPയുടെ രൂപീകരണ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ അവർക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് സമരവേദികളിൽ അത്രയധികം പിന്തുണ അവർക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസ് അടിച്ചമർത്തലിന് പിന്നാലെ ഇപ്പോൾ ആ പിന്തുണ വീണ്ടും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അല്പം മുമ്പാണ് വിസ്മയ മോഹൻലാൽ ഇത്തരം ഒരു പോസ്റ്റ്, അത് കൃത്യമായ ചില ചോദ്യങ്ങൾ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് ഇന്ന് നമുക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് സംഭവിച്ച നാളെ നമ്മുടെ വീട്ടിലുള്ള മറ്റൊരാൾക്ക് കൂടി സംഭവിക്കാം. നിങ്ങൾക്ക് ഈ സംഘടനയെ അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന ആവശ്യങ്ങളെ വേണമെങ്കിൽ എതിർക്കാം, ആ സംഘടനയെ എതിർക്കാം, പക്ഷേ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളോട് ഇவ்விதമാണോ പെരുമാറേണ്ടത് എന്ന വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, പൊളിറ്റിക്കൽ ചോദ്യമാണ് വിസ്മയ മോഹൻലാൽ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാധു, സായ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നാളെ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ കുടുംബം ഒക്കെ ആയിരിക്കാം ഇങ്ങനെ അനീതിക്ക് കാരണമാകുന്നത്, ഇരയാകുന്നത്. നിങ്ങൾക്കായിരിക്കാം നിങ്ങളുടെ ശബ്ദം ഉയർക്കെ പറയേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ സമൂഹം, ഒരു ഡെമോക്രസി, ഒരു ഭരണകൂടം ഇങ്ങനെയാണോ അതിന്റെ വിദ്യാർത്ഥികളോട്, അതിന്റെ പൗരന്മാരോട് പെരുമാറേണ്ടത് എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്.